ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ഇങ്ങ് കേരളത്തിൽ മാത്രമല്ലല്ലോ, വിദേശ രാജ്യങ്ങളിലും വമ്പൻ റിലീസോടെ വമ്പൻ റെക്കോർഡ് പ്രീ സെൽ കളക്ഷനോടെയാണല്ലോ തുടങ്ങിയത്. ഇപ്പോഴത്തെ സിനിമയുടെ വിദേശ രാജ്യത്തെ പല നേട്ടങ്ങളെക്കുറിച്ചൊപ്പം തന്നെ വിദേശ രാജ്യത്തെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഓവർസീസ് ആകെ കളക്ഷൻ ആദ്യ ദിവസത്തെ കളക്ഷൻ മാത്രം പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. $4 മില്യൺ മുകളിലാണ് ഒരു സമയത്ത് ആദ്യ ദിവസം അവിടെ കളക്ഷൻ പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത്തെ $5 മില്യൺ കടന്നിരിക്കുന്നുവെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് 42 കോടിയിലധികം കളക്ഷൻ. നേരത്തെ ഒരു സമയത്ത് 40 കോടിയായിരുന്നു സിനിമയ്ക്ക് അവിടെ വിദേശത്ത് ആദ്യ ദിവസം മാത്രം കളക്ഷൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴത്തെ ഓവർസീസിൽ മാത്രം ആദ്യ ദിവസം $5 മില്യൺ കളക്ഷൻ എന്ന് പറയുമ്പോൾ പല മലയാളം സിനിമകളുടെ വിദേശ ഫൈനൽ കളക്ഷനേക്കാൾ മുകളിലാണ് ആദ്യ ദിവസത്തെ മാത്രം എമ്പുരാന്റെ കളക്ഷൻ. ഇനി വിദേശത്തെ പല മേഖലകളിലെ എമ്പുരാന്റെ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ബുക്കിംഗ് പ്രീ റിലീസ് ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ച സമയത്ത് തന്നെ UK വളരെ മികച്ച പ്രീസെൽ കളക്ഷൻ നേടിയെടുത്താണല്ലോ എമ്പുരാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ എമ്പുരാനാണ് ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന UK കളക്ഷൻ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ തളപതി വിജയ് നായകനെത്തിയ ലിയോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ UK ഫൈനൽ കളക്ഷൻ ഇപ്പോഴത്തെ എമ്പുരാൻ നിസ്സാരമായിട്ട് മറികടന്നിരിക്കുകയാണ്. അന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ലിയോയ്ക്ക് ആദ്യ ദിവസം UK കളക്ഷനായിട്ട് £5,71,000 ആയിരുന്നു കളക്ഷൻ എങ്കിൽ നമ്മുടെ എമ്പുരാൻ എന്ന സിനിമ ആദ്യ ദിവസം £6,30,000 മുകളിൽ പൗണ്ടാണ് UK കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ലിയോയ്ക്ക് ശേഷം പുഷ്പ 2, കൽക്കി പോലുള്ള വമ്പൻ ഹൈപ്പേറിയ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും ലിയോയുടെ ആദ്യ ദിവസത്തെ UK ഇന്ത്യൻ റെക്കോർഡ് കളക്ഷൻ ഇപ്പോഴത്തെ ഒരു മലയാളം സിനിമ മറികടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ UK പവർ ഏത് ലെവലാണ് എന്ന് കാണിച്ചു തരുന്ന ഒന്നുകൂടിയായിട്ട് എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ UK കളക്ഷൻ മാറുകയാണ്. ഒരുപാട് മലയാളികളുള്ള നാടാണ് UK എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഇനി UK പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയായ ജർമ്മനിയിലേക്ക് വരികയാണെങ്കിൽ ജർമ്മനിയിൽ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ വരുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറിയിരിക്കുകയാണ്. എമ്പുരാന് മുന്നിലുള്ളത് ഒരേ ഒരു ഇന്ത്യൻ സിനിമ മാത്രമാണ്. അത് SRKയുടെ ജവാൻ എന്ന സിനിമ മാത്രമാണ്. ജവാൻ എന്ന ഹിന്ദി സിനിമയുടെ ബോളിവുഡ് സിനിമയുടെ ആദ്യ ദിവസത്തെ ജർമ്മനി കളക്ഷൻ €1,46,000 ആയിരുന്നെങ്കിൽ എമ്പുരാന്റേത് €1,37,000 ആണ് കളക്ഷൻ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ വലിയ ലെവൽ തരംഗമാണ് പല രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കും അടുത്ത എമ്പുരാൻ വാർത്തകൾക്ക്.